വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ വെള്ളിയാഴ്ച യാചനക്കായി എത്തിയ ഒരു ഉമ്മ, ആ ഉമ്മയെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രംഗമാണ്, പള്ളി സെക്രട്ടറി പുറത്താക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വേദനയായി. പള്ളിയിലേക്ക് യാചനവുമായി വരുന്ന പലരും അവർക്ക് വല്ലാത്ത സങ്കട പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കാരണം മക്കളുടെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ, വീടിൻ്റെ പണി തുടങ്ങി പകുതിയിലായി അവർ, രോഗികൾ, ഇങ്ങനെ വലിയ പ്രയാസം കൊണ്ട് സഹിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ നാട്ടുകാർ കുടുംബക്കാരൊക്കെ സഹായിച്ച് വീണ്ടും ബാധ്യതകൾ തീരാതെ അവസാനം അവർ പള്ളിയിലേക്ക് എത്താറുണ്ട്. അത്തരക്കാരെ അവഗണിക്കുന്നവർ, അത്തരക്കാർക്ക് പള്ളിയിൽ വിലക്കേർപ്പെടുത്തുന്നവർ ചിന്തിക്കേണ്ടതുണ്ട്. പള്ളിയിൽ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് പള്ളിയിൽ പിരിവ് നടക്കുന്നത്. ഹബീബിൻ്റെ കാലത്ത് അങ്ങനെയല്ല. ളുഹർ, അസ്ർ, മഗ്രിബ് എല്ലാ ദിവസവും പിരിവാണ്. ഹബീബിൻ്റെ അടുക്ക് പല യാചകന്മാർ വരും. മുത്തായ റസൂൽ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ കടം വാങ്ങി കൊടുക്കും. ഇനി അതുമല്ലെങ്കിൽ അവരോട് പറയും, ഇന്നാളോട് കടം ചോദിക്കണം, ആ കടം ഞാൻ വീട്ടിയോളാം. അങ്ങനെയായിരുന്നു ഹബീബിൻ്റെ സ്വഭാവം. പള്ളി സെക്രട്ടറി പുറത്താക്കുന്ന രംഗം കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാണ് ആ സഹോദരിയെ പുറത്താക്കിയത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, പള്ളിയിൽ വിലക്കുണ്ട്, കാരണം ഇങ്ങനെ പിരിവ് നടത്താൻ പാടില്ല. അപ്പോൾ സെക്രട്ടറി എന്ന ഒരു രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു എന്ന് പറഞ്ഞു. ജുമാ കഴിയുന്നത് വരെ ആ യാചകിയായ ആ സഹോദരിയെ കുറിച്ചാണ് മനസ്സിൽ ഓർമ്മ. ജുമാ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കണ്ട രംഗമാണ് അത്ഭുതം. പീടികയുടെ ഭാഗത്തേക്ക് മാറ്റിയ ആ സഹോദരിക്ക് വേണ്ടി യാചിക്കാനായി ഈ പള്ളിയുടെ സെക്രട്ടറി അവിടെ നിൽക്കുന്നുണ്ട്. പലരോടും ഈ സഹോദരിയുടെ ദുഃഖങ്ങൾ പറഞ്ഞ് പണങ്ങൾ പിരിച്ച്, ലക്ഷങ്ങൾ പിരിച്ച്, മാഷാ അല്ലാ. പിന്നെ ആ സഹോദരിയെ ആരെങ്കിലും കൊണ്ടുപോകാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഒരു സഹോദരനെ കൊണ്ടുപോയപ്പോൾ ആ സഹോദരിയോട് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞ വാക്കുകൾ വലിയ സന്തോഷകരമായ വാക്കായിരുന്നു. ആ സഹോദരിയുടെ മനസ്സ് നിറഞ്ഞുപോയി. കാരണം സെക്രട്ടറി പറഞ്ഞത്, ഈ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ 1000 റുപ്യക്ക് കിട്ടും, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തരാം. നിങ്ങൾ പീടികയുടെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സംഭാവന കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം പള്ളിയിൽ പിരിവ് നടത്താൻ തീരുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ, അങ്ങനെ ജമാഅത്ത് കമ്മിറ്റിയിൽ കുറച്ച് ചില ആളുകൾ ഈ പിരിക്കുന്നതും, അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന വിഷയത്തിൽ അസൂയ കാണിക്കുന്ന ചിലരുണ്ടാവും. അവരെ പരിഗണിച്ചുകൊണ്ട് പള്ളിയിൽ ഇത്തരത്തിലുള്ള പിരിവുകൾ നടത്താൻ പോലും സമ്മതിക്കാത്ത കമ്മിറ്റിക്കാർ, ഒരിക്കലും അത് ചെയ്യരുത്. അതൊരു ഗുണമുള്ള കാര്യമാണ്. മറ്റുള്ളവർക്കൊരു സഹായിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അതിനൊരിക്കലും വിലക്ക് നാം ഏർപ്പെടുത്തരുത്. അവർ വന്ന് പിരിച്ചു പോട്ടെ. അതിൽ വ്യാജാനമായി വരുന്നവരുണ്ട്, പല തട്ടിപ്പുകളുമായി വരുന്നവരുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കേണ്ടതാണ്. അതല്ലാതെ ജീവിതം നിർവ്വഹണത്തിന് വകയില്ലാത്ത എത്ര സഹോദരിമാർ വരുന്നുണ്ടാകും, രോഗികൾ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേറൊരു മാർഗമില്ലാത്ത കൊണ്ടാണ് അവർ വരുന്നത്. യാചിക്കാൻ ആർക്കും ഇഷ്ടമില്ല. അന്യവൻ്റെ മുമ്പിൽ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെറുപ്പുള്ളതാണ്. അത്തരക്കാരെ ഒരിക്കലും അവഗണിക്കാതെ അവരോട് കൈകോർക്കുകയും എന്തെങ്കിലും സഹായസഹകരണങ്ങൾ ചെയ്യുകയും വേണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ ആരുടെ മുമ്പിൽ യാചിക്കാതെ നല്ലൊരു ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.